തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതാവുകയാണ്. 5 ഡോക്ടേഴ്സ് ഉൾപ്പെടെ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ ഇന്നൊരാൾ പോലും സ്ഥിര ജീവനക്കാരായില്ല. ജനകീയ സമരങ്ങൾ പലത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. എന്നിട്ടും ആരോഗ്യവകുപ്പും സർക്കാരും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. സാധാരണ ഓരോ ആശുപത്രികളും കാലം ചെല്ലുന്തോറും പുരോഗതി കൈവരിക്കുകയാണ് പതിവ്. എന്നാൽ ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഉപ്പുതറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും. നൂറുകണക്കിന് രോഗികളാണ് ഓരോ ദിവസവും ഉപ്പുതറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നത്. ഇതല്ലെങ്കിൽ പിന്നെ 30 കിലോമീറ്റർ അകലെയുള്ള കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് പോകണം. വണ്ടിക്കൂലിക്ക് പോലും നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. 1950-ലാണ് ഉപ്പുതറയിലെ ഈ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നത്. 5 സ്ഥിരം ഡോക്ടർമാരും 4 നഴ്സുമാരും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എല്ലാ ജീവനക്കാർക്കും താമസ സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. ഡിസ്പെൻസറി ആയിരുന്ന ആശുപത്രിയെ ഫാമിലി ഹെൽത്ത് സെന്ററായി കാലക്രമേണ ഉയർത്തി. ആശുപത്രിക്കും അനുബന്ധ സൗകര്യമൊരുക്കാനും സ്വകാര്യ വ്യക്തികളാണ് ഭൂമി വിട്ടു നൽകിയത്. പ്രസവവും ഓപ്പറേഷനും ഉൾപ്പെടെ നടന്ന ആശുപത്രി ഇപ്പോൾ യാതൊരു സൗകര്യവുമില്ലാതെ നശിച്ചു കിടക്കുകയാണ്. ഇപ്പോൾ 77 വർഷം കഴിഞ്ഞു. ഈ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ചികിത്സ ഉണ്ടായിരുന്നു. 7 ഡോക്ടർമാരുൾപ്പെടെ ഇവിടെ പ്രസവ കേസ് ഉൾപ്പെടെ എല്ലാം നടന്നുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ഇവിടെ. ഈ കുറേ കാലങ്ങളായിട്ട് ഈ ആശുപത്രി എല്ലാം വളർന്ന് മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് പോകുന്ന സ്ഥിതി. 2 താൽക്കാല ജീവനക്കാർ ഡോക്ടർമാരേ ഉള്ളൂ. അവർ 1 മണിയാകുമ്പോൾ അവർ പോകും. അത് കഴിഞ്ഞിട്ട് 1 മണി കഴിഞ്ഞ് ഇവിടെ ആൾ നിൽക്കാന്നാൽ അവരെ ബാധിക്കുന്ന കേസല്ല. കാരണം അവരുടെ ജീവിതം, അവരുടെ ജോലി അത്രയേ ഉള്ളൂ. കിടത്തി ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടങ്ങൾ ഉപ്പുതറ ആശുപത്രിയിൽ ഇപ്പോഴുമുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നതാണ് പ്രധാന പ്രതിസന്ധി. ഇവിടെ എത്തുന്ന രോഗികൾ ശരിക്കും വലയുകയാണ്. രാവിലെ വന്നതാ, ഇതുവരെ മരുന്നും കിട്ടിയില്ല, ഗുളികയും കിട്ടിയില്ല. ഇവിടെ ആളില്ല, ഡോക്ടർമാരില്ല, മരുന്ന് കൊടുക്കാൻ ആരും. ഇതൊരു 4 ദിവസം ഒന്ന് ആക്കി കിട്ടുവാണെങ്കിൽ ഈ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ മരുന്ന്, ഈ ജീവൻ രക്ഷ മരുന്ന് ഒരു ആഴ്ച 4 ദിവസം ആക്കാൻ ഇത്രയും ജനം വരത്തില്ല. ഇവിടെ ഒരു 10,000 ജനങ്ങളുണ്ട് ഈ ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ള മരുന്ന് മേടിക്കാൻ വരുന്നവർ. ടോക്കൺ നമ്പർ 400-450 ഒക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ കിട്ടാറ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ വന്നാൽ ഞങ്ങൾ വൈകിട്ട് നേരം ചെന്ന് വേണം വല്ലതും കഴിക്കുക. ഉപ്പുതറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ തകർക്കാൻ ഗൂഢമായ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ആക്ഷേപം. അതിനപ്പുറം സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് തോട്ടം മേഖലയിലെ ഈ ആശുപത്രിയോട് ഇങ്ങനെയൊരു അവഗണന എന്ന് ആർക്കും തോന്നിപ്പോകും. സാധാരണക്കാരുടെ ആശ്രയമായ ഈ ആതുരാലയത്തെ ഇനിയും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത് എന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ആശ്രയ കേന്ദ്രമാണ് ഈ ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രം. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ്, അതിന് പുറമെയാണ് വേണ്ടത്ര ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ള പരാതി കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതൊരു വലിയ വിഷയമായി മാറുന്നുണ്ട്. അവിടെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രോഗികൾ വലയുകയാണ്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഇവിടെ ഒരു മെഡിക്കൽ ഓഫീസർ ഇല്ല, ഇവിടെ മരുന്നുകളില്ല, യഥാസമയം ഡോക്ടർമാരില്ലെന്ന് പറഞ്ഞെന്നാൽ ഇവിടെ ഈ കുറച്ച് പഠിത്തമെല്ലാം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന കുറച്ച് ചെറുപ്പക്കാരായ ഡോക്ടർമാരാണ്. അത് ഇവർക്ക് കറക്റ്റ് 12 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പൊക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓർഡർ അവർക്ക് അങ്ങനെയാണ്. ചെയ്തതിൻ്റെ ബാക്കി ഒരു ചികിത്സ പോലും ചെയ്യാൻ അവർ ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ പ്രസവം ഉൾപ്പെടെ സർജറി ഉൾപ്പെടെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ അവസ്ഥയിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ചില ഗൂഢതന്ത്രങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പൊതുജനമെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് തിരിച്ച് ഈ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടി മേലധികാരികൾ ഉണ്ടാകും. ഇവിടെ കുറേ ഡോക്ടർമാർ വേണം, നല്ല ട്രീറ്റ്മെൻറ്റ് വേണം. ഇവിടെ ഇഷ്ടംപോലെ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ അതിന് വേണ്ട സംവിധാനങ്ങളില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് മരുന്നും കുറവാണ്. ഇവിടെ ചൊവ്വായും ബുധനാണ് മറ്റുള്ള രോഗികൾ കൂടുതൽ വരുന്നത്. അവർക്കുള്ള മരുന്നും കുറവാണ്. ഇവിടെയാണ് ഡോക്ടർമാരുടെ സേവനവും കുറവാണ്.